പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ നിൽക്കുന്ന ആലുവ മണപ്പുറത്താണ്. ആലുവ ശിവക്ഷേത്രം അതിന്റെ പ്രാർത്ഥനാ നിർഭരമായ ഭക്തിസാന്ദ്രമായ ചുറ്റുപാട് അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഏതാണ്ട് ഒരു മുന്നറിയിപ്പ് കവിതയൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ പെരിയാറിലേക്ക് ഇറങ്ങുന്ന സൂക്ഷിക്കണം എന്നുള്ളതാണ്. മക്കളെ നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിടല്ല, തക്കവും പാർത്തിരിപ്പുണ്ട് ഇവിടെ മൃത്യു, ഊക്കോട വൻചുഴി ചുറ്റിടും നേരമിന്താർക്കുമാവില്ല രക്ഷിക്കുവാൻ ഓർക്കുക മക്കളെ എന്ന തലക്കെട്ടിലുള്ള കവിതയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇങ്ങനെ തകർന്ന് കിടപ്പുണ്ട്. ഒന്ന് ശരിയാക്കി വെച്ചാൽ നല്ല രസം ഉണ്ടാവുമായിരിക്കും അല്ലേ? അല്ലെ, പ്രതിമ. അപ്പോൾ ഇവിടെ പ്രേക്ഷകർ ഇവിടെ ഒരുപാട് പേർ രാവിലെ നീന്താൻ വരുന്നുണ്ട്. മോർണിംഗ് വാക്കേഴ്സ് എന്ന് പറയുന്ന പോലെ മോർണിംഗ് സ്വിമ്മേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി തന്നെയുണ്ട്. ഇവർ ഇവിടുന്ന് ആ തലക്കിൽ വരെ പോയിട്ട് തിരിച്ച് നീന്തി വരുന്ന ആൾക്കാരെ കാണാം. ഒരുപാട് പേർ രാവിലെ സ്വിമ്മിങ് ഈ പറയുന്ന ഓടു ചാടു നടക്കൂ എന്ന് പറയുന്നത് നീന്തു എന്നോട് ഇവിടെ പറയാം അല്ലേ? അപ്പോൾ ഈ ആലുവ പെരിയാറിന്റെ തീരത്ത് ഇവിടെ കുറച്ച് നിൽക്കുന്നു. ചേട്ടാ നീന്താൻ നിൽക്കണോ അല്ലേ? ഇവിടെ കുറെ ആൾക്കാർ നീന്താൻ വരാറുണ്ട് തോന്നുന്നു അല്ലേ? നീന്തുന്നോട്ട് അല്ലെങ്കിൽ നീന്താൻ പറയുമായിരുന്നേ. അറിയാത്തവരെ പ്രേരിപ്പിച്ച് കവിത വായിച്ചതേ ഉള്ളൂ ഹാഷ്മി കേട്ടോ. അതെ, സൂക്ഷിക്കണം. നീന്തൽ അറിയാത്തവർ സൂക്ഷിക്കണം. പക്ഷെ നീന്തൽ ഒരു വളരെ ഗംഭീരമായ വളരെ ഗംഭീരമായ ഒരു കായിക ഇനമാണ്, വ്യായാമ ഇനമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് രാഷ്ട്രീയത്തെ കുറിച്ചാണ്. ആലുവയിൽ നിന്ന് നമുക്ക് മഹാരാഷ്ട്രയിലേക്ക് പോകണം. അപ്പൊ മഹാരാഷ്ട്രയിലും ഈ പറഞ്ഞതുപോലെ ഗംഭീര രാഷ്ട്രീയ പ്രകമ്പനങ്ങളൊക്കെ ഉണ്ടായ തെരഞ്ഞെടുപ്പാണ്. നാലിലേക്കും പോയ ഒരു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ്. പക്ഷെ ഇന്നലെ പാലക്കാടിനെയും ചേലക്കരയുടെയും ഒക്കെ പകിട്ടിൽ മഹാരാഷ്ട്ര ജാർഖണ്ഡ് മുങ്ങിപ്പോയി എന്നുള്ള സത്യം. പക്ഷെ അതുകൊണ്ട് അവിടെ അധികാരം നിലനിർത്തി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ മുഖ്യമന്ത്രി ഇന്ന് BJP തീരുമാനിക്കും. മിക്കവാറും BJPയുടെ മുഖ്യമന്ത്രിയൊക്കെ ഒറ്റകക്ഷിയാണ്. വേറെ ഒന്നുമില്ല, വേറെ ഓപ്ഷൻ എനിക്ക് തോന്നുന്നില്ല അവിടെ. കാരണം അദ്ദേഹം അത്രയധികം പ്രയത്നിച്ചതായി NDA സഖ്യത്തിന് തന്നെ അറിയാം. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ശിവസേന, ഒരു NCP എന്നത് രണ്ട് ശിവസേനയും രണ്ട് NCPയുമായ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ഫഡ്നാവിസ് ആണെങ്കിൽ നിലവിലെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും NCP നേതാവ് അജിത് പവാർ ഉപമുഖ്യമന്ത്രിമാരാകും. നാളെയാണ് BJPയുടെ നിയമസഭാ യോഗം ചേരുന്നത്. നിലവിലെ നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്ന ചൊവ്വാഴ്ച തന്നെ പുതിയ സർക്കാർ അധികാരമേൽക്കുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പിലെ ഞെട്ടിക്കുന്ന തോൽവിയെക്കുറിച്ച് കോൺഗ്രസ് സംഘടനാതലത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ തിരിമറി നടന്നുവെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട്. വിജയം ഉറപ്പിച്ചിരുന്ന പ്രധാന നേതാക്കളെല്ലാം കൂട്ടത്തോടെ തോറ്റത് പ്രതിപക്ഷത്തിന് വലിയ ആഘാതമാണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇവിടെ നമ്മൾ പെരിയാറിന്റെ തീരത്ത് നിൽക്കുകയാണ്. അടുത്ത ജാർഖണ്ഡാണ്. അപ്പൊ പെരിയാറിന്റെ തീരത്ത് ഒരുപാട് പേർ ഈ കരയിൽ നിന്ന് ആ കരയിലേക്ക് നീന്തി അവർ തിരിച്ചു വരുന്ന കാഴ്ചകൾ കാണുകയാണ്. ഒറ്റമുണ്ട്, ഒന്ന് ചോദിച്ചോട്ട് പോയാലോ? ഒന്ന് വാ ചേട്ടാ, നമസ്കാരം. വാ, കയറിയോ. എത്ര ഞങ്ങള് ഇവിടുന്ന് 550 മീറ്റർ ഉണ്ട് പാലം. അവിടുന്ന് റിട്ടേൺ പിന്നെ 4 മണിക്കൂറൊക്കെ കിടക്കാം. ഞങ്ങളൊരു 10-30 പേരുണ്ട്. ഡെയിലി ഒരു 10-12 പേരുണ്ടാവും. എല്ലാ ദിവസവും ഉണ്ടാവും. എല്ലാ ദിവസവും ഉണ്ടാവും. എല്ലാ ദിവസവും ഇവിടുന്ന് പാലം വരെ പോയി തിരിച്ചു വരും. നല്ല ഒഴുക്കുള്ളപ്പോൾ പകുതി പോകും. അവിടെ ബാക്കി ആളുകൾ വന്നുകൊണ്ടിരിക്കണം. മൊത്തത്തിൽ നല്ല എക്സസൈസ് ചെയ്തല്ലേ? നല്ല വ്യായാമം. നല്ല വ്യായാമം. നടക്കുന്നതിനേക്കാൾ ഓടുന്നതിനേക്കാൾ കൂടുതലൊക്കെ ബെസ്റ്റ് അല്ലേ? പിന്നെ ഞങ്ങളുടെ മെയിൻ ലക്ഷ്യമല്ല, ഞങ്ങൾ മാസത്തിൽ ഇവിടെ ക്ലീനിങ് ഉണ്ട്. പെരിയാർ റിവേഴ്സ് മേഴ്സ് അതിൻ്റെ ആളുകളെ ഞങ്ങളെല്ലാവരും പെരിയാർ റിവേഴ്സ് മേഴ്സ് ക്ലബ്ബ്. അപ്പോൾ മാസത്തിലേക്ക് ഞങ്ങൾ ക്ലീനിങ് ഉണ്ട്. ഇപ്പോൾ നല്ല പ്രളയത്തിൽ പാലത്തമ്മ ഇതോടെ ഇല്ലിയൊക്കെ ഒന്ന് അടയും. അപ്പോൾ ഞങ്ങൾ അത് ക്ലീൻ ചെയ്ത് ചെയ്താണ് മുനിസിപ്പാലിറ്റിയുടെ സഹായം ആവശ്യം. പക്ഷേ വോട്ടിറക്കേണ്ടി വന്നു. എന്തെങ്കിലും രക്ഷാപ്രവർത്തനം ആവശ്യമൊക്കെ വരുവാണെങ്കിൽ ചാടി ഇറങ്ങും. ഞങ്ങൾ ഇവിടെ പലരും ഞങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ ഞങ്ങൾ വിളിക്കുന്ന കണ്ട് ആളുകൾ പെട്ടെന്ന് ഇറങ്ങും. കാരണം ഇവിടെ ഇത് വിട്ടാ അനന്തമായി ഒന്ന് കാണിച്ചു കൊടുത്തേ, ഇത് വിട്ടാ അപ്പുറത്തേക്ക് നിലയില്ല. പക്ഷെ അത്രേ ഉള്ളൂ. അത് ഇതിന്റെ ഉള്ളിൽ ഞങ്ങളെ വരുമ്പോൾ അവിടെ കുഴിയാണ്. ഈ ഇവിടെ പുള്ളിക്കൊന്നും കുഴപ്പമില്ല. അതൊക്കെ ഇവിടുത്തെ എക്സ്പീരിയൻസ്. അപ്പൊ ഹാഷുവിനെ ഇത് ഹഠാത് ആകർഷിച്ച സ്ഥിതിക്ക് അപ്പോ ഞാൻ പറയുന്നത് ഇതൊരു ടാസ്കായി എടുത്ത് ഈ മോർണിംഗ് വാക്കിന് ശേഷം ഇവിടെ ഇറങ്ങി. അപ്പൊ ശരി, താങ്ക് യു. അല്ല, ഞാൻ പറഞ്ഞു നീന്തണം. അതെ, അത്ര ഹാഷ്മി നീന്തണമെന്നാണ് അവരും പറയുന്നത് കേട്ടോ. ഹാഷ്മിക്ക് മുങ്ങാനേ അറിയൂ, നീന്താൻ അറിയില്ല. അപ്പോൾ പെരിയാർ റിവർ സ്വിമ്മിംഗ് ക്ലബ്ബ് എന്നൊരു ക്ലബ്ബൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവരും ആശംസകൾ അറിയിക്കുകയാണ്. നമ്മൾ ബാക്ക് ടു ജാർഖണ്ഡിലേക്ക് പോയാൽ ജാർഖണ്ഡിലും സർക്കാർ രൂപീകരണ ചർച്ചകൾ ഇന്ത്യ മുന്നണി അതിലേക്ക് കടന്നിരിക്കുകയാണ്. ഉജ്ജ്വല വിജയമാണ് നേടിയത്. മുഖ്യമന്ത്രി സ്ഥാനത്ത് ഹേമന്ത് സോറൻ തുടർന്നേക്കും. കോൺഗ്രസിന് പുറമെ RJDക്കും മന്ത്രിസഭയിൽ ഇടം നൽകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.
സർക്കാർ രൂപീകരണ ചർച്ചകൾക്കായി കോൺഗ്രസ് നിരീക്ഷകരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് NDAക്ക് നേരിടേണ്ടി വന്ന വലിയ പരാജയം BJP പരിശോധിക്കാൻ ഒരുങ്ങി. ഗോത്രവർഗ മേഖലകളിൽ പാർട്ടിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്നും അതെന്തുകൊണ്ടാണെന്ന് പരിശോധിക്കും. മാത്രമല്ല പ്രാദേശിക വികാരം JMM-നൊപ്പം നിന്നു എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. അപ്പോൾ ഇത്തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ വരുമ്പോൾ സന്ദീപ് വാര്യർ CPI-യുമായി ചർച്ച നടത്തിയോ ഇല്ലയോ എന്നൊക്കെ ഒരു ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സന്ദീപ് വാര്യർ CPI-യുമായി ചർച്ച നടത്തിയെന്ന് ആധികാരികമായി സമ്മതിച്ചിരിക്കുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ചർച്ചയിൽ CPI കുറച്ച് വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചു. ആശയപരമായ മാറ്റമാണെങ്കിൽ സംസാരിക്കാമെന്നും പാർട്ടിയിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുവെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. പോകാം, കാർബൺ മോണോക്സൈഡ് ആണ്. സന്ദീപ് വാര്യരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആദ്യം പറഞ്ഞ വ്യവസ്ഥ ഇതാണ്, ആശയപരമായ മാറ്റമാണെങ്കിൽ സംസാരിക്കാം, ആശയപരമായ മാറ്റമാണെങ്കിൽ. ഇത് കണ്ടീഷനായിരുന്നു. രണ്ടാമത്തെ വ്യവസ്ഥ, ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല, നത്തിങ് ടു ഓഫർ. CPI പോലത്തെ പാർട്ടിക്ക് നിങ്ങളെപ്പോലത്തെ ആൾക്ക് തരാൻ വേണ്ടി കയ്യിലൊന്നുമില്ല. സംശുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ അന്തസ്സാർന്ന രാഷ്ട്രീയ പ്രവർത്തനമല്ലാതെ മറ്റൊന്നും തരാനില്ല എന്ന് CPI സംസാരിച്ച വേളയിൽ ഖണ്ഡിതമായി പറഞ്ഞിട്ടുമുണ്ട്. അതാണ് CPI, അതാണ് ആ ചർച്ച. ഇത് രണ്ടും പറ്റാത്തത് കൊണ്ടാണ് CPI ഇല്ല, എനിക്കറിയില്ല. അപ്പോൾ ഇനി സന്ദീപ് വാര്യരാണ് അതിനോട് മറുപടി പറയേണ്ടത്. CPI-യുമായി ചർച്ച നടത്തിയിരുന്നു, മറ്റേതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ അതിന് കൂടുതൽ വിശദാംശങ്ങൾ പക്ഷേ സന്ദീപിന് ഇനി പറയാവുന്നതേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ CPI ഒന്നും പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണോ CPI വേണ്ടെന്ന് വെച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉറപ്പായുണ്ട്. എന്ന് പറഞ്ഞാൽ അതിനുശേഷം വയബിളായിട്ടുള്ള രാഷ്ട്രീയ ഓപ്ഷൻ ഏതാണ് എന്ന് സന്ദീപ് ചിന്തിച്ചിട്ടുണ്ടാകണം. അപ്പോൾ അത് പറയേണ്ട സന്ദീപാണ്. എന്തൊക്കെയായിരുന്നു അതിന്റെ വ്യവസ്ഥകൾ, ആരുമായി ചർച്ച നടത്തി എന്നൊക്കെ പറയേണ്ട സന്ദീപാണ്. ഓക്കെ, എന്തായാലും CPI-യുടെ നേതൃയോഗം ഡൽഹിയിൽ ചേർന്നു. PB അംഗങ്ങളും CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേർന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി, ക്രിസ്റ്റീന. കേരളത്തെ CPIക്ക് ചില ഭിന്നാഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ ചർച്ചയായോ ബൽറാം? ഹാഷ്മി, ക്രിസ്റ്റീന, ഏറെക്കാലത്തിന് ശേഷമാണ് CPI-യുടെയും CPI-എമ്മിൻ്റെയും കേന്ദ്ര നേതാക്കൾ ഇത്തരത്തിൽ സംയുക്തമായി ഒരു യോഗം ചേരുന്നത്. അത് ഏറെക്കാലമായി ഇത്തരത്തിൽ ഇടതുപക്ഷ ഏകോപനം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിലായിരുന്നു, അജണ്ടയുണ്ടായിരുന്നു എങ്കിൽ പോലും അത്തരത്തിലൊരു യോഗം ചേർന്ന കാലങ്ങളായിരുന്നു. ആ തരത്തിലുള്ള ഒരു യോഗമാണ് ഇന്നലെ വൈകിട്ട് ഡൽഹി AKG ഭവനിൽ ചേർന്നത്. ഇതിൽ ഡൽഹിയിലുള്ള CPI-എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ഒപ്പം തന്നെ CPI-യുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും പങ്കെടുത്തു. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഈ യോഗത്തിൽ പങ്കെടുക്കാനായി കേരളത്തിൽ നിന്നും എത്തിയിരുന്നു. പ്രധാനമായും ദേശീയ തലത്തിലുള്ള വിഷയങ്ങൾ തന്നെയാണ്, പൊതു രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഇടതുപക്ഷത്തെ എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യങ്ങളാണ് ഈ ചർച്ചയിൽ ഉണ്ടായത് എന്നാണ് CPI-എം വ്യക്തമാക്കുന്നത്. അതേസമയം CPI സംസ്ഥാനത്തുള്ള ചില ഭരണപരമായ വിഷയങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിൽ ADGP-യെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ നിലപാട് CPI അറിയിച്ചിരുന്നു. തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പ് പരാജയവും അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടും വ്യത്യസ്തമായ അഭിപ്രായം CPI പ്രകടിപ്പിച്ചിരുന്നു. അതിലുള്ള CPI-യുടെ അനിഷ്ടം നേരത്തെ വാക്കുകളിലൂടെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ CPI നേതാക്കൾ പ്രകടിപ്പിച്ചതാണ്. ഈ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ചർച്ചയിൽ വിഷയമായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ദേശീയ നമ്മുടെ സന്ദീപ് വാര്യർ CPI-യിലേക്ക് പോകുന്നു എന്ന തരത്തിലൊരു വാർത്ത വന്നിരുന്നു. അത് CPI-യുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഔട്ട്റൈറ്റായി സന്ദീപ് വാര്യർ അതിനെ നിഷേധിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഈ എന്താണ് CPI-യുമായി ചർച്ചകൾ നടന്നിരുന്നു എന്ന് ഒഫീഷ്യലി ബിനോയ് വിശ്വം പറയുകയാണ് അല്ലേ? അതെ ഹാഷ്മി, ഈ CPI-യുമായി സന്ദീപ് വാര്യർ ചർച്ച നടത്തിയിരുന്നുവെന്നും മണ്ണാർക്കാട് സീറ്റ് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി എന്നുമുള്ള റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും അത് CPI-യുടെ ഭാഗത്തു നിന്നും സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ സന്ദീപ് വാര്യരുമായി അത്തരത്തിലുള്ള ഒരു
ചർച്ച നടന്നിരുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്. രണ്ട് കാര്യങ്ങളാണ് സന്ദീപ് വാര്യരുമായുള്ള ചർച്ചകളിൽ CPI മുന്നോട്ട് വെച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അതിൽ ആദ്യത്തെ വിഷയം എന്നുള്ളത് രാഷ്ട്രീയമായ മാറ്റം, ആശയപരമായ മാറ്റം ഉൾക്കൊണ്ടായിരിക്കണം പാർട്ടിയിലേക്ക് വരുന്നത് എന്നാണ്. രണ്ടാമത്തേത് CPIയിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല, പദവിയോ മറ്റോ ഒന്നും തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ഒന്നും നൽകാൻ CPIയുടെ കൈവശമില്ല, സംശുദ്ധമായ ഒരു രാഷ്ട്രീയ പാരമ്പര്യമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് അറിയിക്കുകയായിരുന്നു. എന്നാൽ തുടർന്ന് ആ ചർച്ചകൾ നടന്നില്ല. സന്ദീപ് വാര്യർ പാർട്ടിയിലേക്ക് എത്തില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കാതെ പോയത് എന്ന കാര്യത്തിൽ തനിക്ക് അറിയില്ല. സന്ദീപ് വാര്യർ ഇത് അംഗീകരിക്കാൻ സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം, ആശയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം, അതിനാണെങ്കിൽ മാത്രം CPIയിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സന്ദീപ് വാര്യർക്ക് അത് സമ്മതമില്ലായിരുന്നത് കൊണ്ടാണോ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് എന്നൊക്കെ ഇനിയും വരും ദിവസങ്ങളിൽ ചർച്ചകളൊക്കെ തുടങ്ങും. ഹായ്, ഗുഡ് മോർണിംഗ്. ചിരിക്കുന്നുണ്ട്. हिंदी അതുകൊണ്ടാ. आओ बेटा आओ. आजा. തെലുങ്ക് വിട്ടേക്കാം. തെലുങ്ക് ഹിന്ദിയാണ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഹായ്. How are you? Good morning. What's your name? Yoshi. Okay. Thank you. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവിടെ ആലുവ ശിവക്ഷേത്രത്തിലേക്ക് രാവിലെ ഒരുപാട് ഭക്തർ കുഞ്ഞുങ്ങളെ കൊണ്ടെത്തുന്നുണ്ട്. സംസ്ഥാന ഭേദമില്ലാതെ ഇപ്പോൾ തെലങ്കാനയിൽ നിന്നാണ് അവർ വന്നത്. സ്പീഡാക്കണേ, 2 ബ്രേക്ക് ഉണ്ടെന്നൊക്കെ നമ്മുടെ അമൽ പറയുന്നുണ്ട്. അപ്പോൾ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് വിന്റർ സെഷന് മുന്നോടിയായിട്ടുള്ള സർവകക്ഷി യോഗം ഇന്ന് വിളിച്ചിട്ടുണ്ട്. രാവിലെ 11 മണിക്ക് പാർലമെന്റ് അനക്സിൽ വെച്ചാണ് യോഗം നടക്കുന്നത്. ഇരു സഭകളുടെയും സുഗമമായ നടത്തിപ്പിന് പ്രതിപക്ഷ പാർട്ടികളുടെ സഹകരണം തേടുന്നതിനാണ് സർവകക്ഷി യോഗം വിളിച്ചത്. എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിനിധികൾ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. വഖഫ് നിയമ ഭേദഗതി ബിൽ അടക്കമുള്ള 15 ബില്ലുകൾ ഡിസംബർ 20 വരെ നീളുന്ന സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ സർക്കാർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദാനിക്കെതിരെ US കേസ്, മണിപ്പൂർ സംഘർഷം, വിലക്കയറ്റം അടക്കമുള്ള ഒരുപാട് ആയുധങ്ങൾ പ്രതിപക്ഷത്തിന്റെ കയ്യിലുള്ള ശീതകാല സമ്മേളനത്തിൽ പുറത്തെടുക്കാൻ. പ്രശസ്തമായാലോ ശിവക്ഷേത്രം നടക്കണം. നമ്മളിവിടാം. അങ്ങനെ പ്രശസ്തമായാലോ ശിവക്ഷേത്രം ഒരുപാട് ഭക്തജനങ്ങൾ രാവിലെ തന്നെ എത്തുന്നുണ്ട്. അങ്ങനെ ഭക്തിസാന്ദ്രമായ രസോടെ അന്തരീക്ഷത്തിൽ നമ്മൾ നിൽക്കുകയാണ്. ഞാൻ ഇവിടെ കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട്. ഇവിടെ കുറേ സാധനം കിച്ചനൊക്കെ വിൽക്കുന്നത്. ഹായ് ചേച്ചി, എന്തുണ്ട്? സുഖമാണോ? തന്നെ. പൂച്ച രാവിലെ 5 മണിക്ക് ഞാൻ ഇവിടെ വരുമ്പോഴേക്കും പൂച്ച വന്നിരിക്കും, ഭക്ഷണം കൊടുക്കും എല്ലാ ദിവസവും. പൂച്ച വന്ന് മടി കയറിയിരിക്കും ഭക്ഷണം കഴിച്ചിട്ട്. ഞാൻ കാണലിട്ട് നല്ല വാർത്തയാണ്. ഇതൊക്കെ ഞാൻ ഇവിടെ പണ്ട് ലോട്ടറി വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കളിപ്പാട്ട് വിട്ടതാ. അപ്പോൾ കളിപ്പാട്ട് വിട്ട് പിന്നെ അപ്പോൾ 60 ടിക്കറ്റും കൊണ്ടുവരും. കളിപ്പാട്ട് കുറച്ചൊക്കെ വിൽക്കും. ശനി ഞായറൊക്കെ ഉണ്ടാവും, അല്ലാത്ത ദിവസം ഒന്നും ഉണ്ടാവില്ല. ചേച്ചിക്കും പൂച്ചയ്ക്കും എല്ലാവരും ആശംസ. ശരി, നന്ദിയുണ്ട്. ശരി. നമ്മുടെ ഒരു കൊച്ചുകുട്ടിയോട് ചിരിക്കുന്നുണ്ട്. ഹലോ, വാ. മലയാളിയാ? തെലുങ്ക്. പേരെന്താ? വിജിത്ത്. മലയാളം അറിയാലോ? മലയാളം മനസ്സിലാവോ? അടിപൊളി. അപ്പോ ക്ഷേത്ര ദർശനമൊക്കെ നടക്കട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ മണിപ്പൂരിലേക്ക് ഒന്ന് പോകണം. മണിപ്പൂരിൽ നമ്മുടെ കരുത്തിയായ സാരഥി വിനിത വിജി അവിടെ മണിപ്പൂരിനെ അടക്കി വാഴുകയാണ്. അടക്കി വാഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വളരെ രഹസ്യ സങ്കേതങ്ങൾ, മേത്തേ, തലവൻ, കുക്കി വിഭാഗത്തിന്റെ ബങ്കർ ഒക്കെ പോയിട്ട് അടിച്ചു പൊളിക്കാണ്. ചാനൽ ചരിത്രത്തിൽ ആദ്യമായി മണിപ്പൂർ മുഖ്യമന്ത്രി ബീരേൻ സിംഗിന്റെ അഭിപ്രായം തേടുന്നു. അതെ. പക്ഷെ അവിടെ സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ ഇന്റർനെറ്റ് നിരോധനം 2 ദിവസം കൂടി നീട്ടി എന്നുള്ളതാണ് വാർത്ത. ജിരിബാം, ഫർസാർ ജില്ലകളിലും ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി. MLAമാരുടെ വീടുകൾക്ക് നേരെ ആക്രമണം നടത്തിയ 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. ഇംഫാലിൽ നിന്ന് ചേരുന്നു കരുത്ത. വിനീത വിജയ്. വിനീത, വെരി ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. അവിടുത്തെ അവസ്ഥ വളരെ മോശമാണ്. എന്തായാലും ഇന്റർനെറ്റ് നിരോധനം 2 ദിവസം കൂടെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീൻ ആൻഡ് ഹാഷ്മി. ക്രിസ്റ്റീനെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ദിവസത്തേക്ക് കൂടി ഇന്റർനെറ്റ് നിരോധനം നീട്ടിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇംഫാലിലടക്കം 2 ദിവസത്തേക്ക് കൂടിയാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇന്ന് വരെയായിരുന്നു നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ക്രമസമാധാന പ്രശ്നം ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്കടക്കം എത്തിയതെന്നാണ് സർക്കാർ പറയുന്നത്. ഒപ്പം തന്നെ മറ്റ് 2 ജില്ലകളിൽ കൂടി ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഈ അടുത്തിടെ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടായ ജിരിബാം ജില്ലയിലടക്കമാണ് ഇന്റർനെറ്റ്
ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ MLA-മാരുടെ വീടുകൾക്ക് നേരെ ആക്രമണങ്ങളും മറ്റും നടത്തിയ ആളുകളുണ്ട്. ഈ നവംബർ 16-നൊക്കെയാണ് MLA-മാരുടെയും മുഖ്യമന്ത്രിയുടെയും വീടുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിയിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി മണിപ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഓരോ മണിക്കൂറും ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള സന്ദർഭങ്ങളിലൂടെയാണ് മണിപ്പൂർ മുന്നോട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊന്നും വലിയ രീതിയിലേക്കുള്ള ആക്രമണങ്ങളൊന്നും തന്നെ മണിപ്പൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ അതേസമയം കൂടുതൽ കേന്ദ്രസേനയെ അടക്കം ഇറക്കിക്കൊണ്ട് സമാധാനം വീണ്ടും തിരിച്ചെത്തിക്കുന്നതിനുള്ള പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി സർക്കാർ ഒരു വശത്തുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. മറുവശത്ത് കുക്കി വിഭാഗവും ഒപ്പം തന്നെ മെയ്തേയ് വിഭാഗവും ഏതാണ്ടൊരു ശത്രുക്കളെ പോലെ സൈന്യമായി തിരിഞ്ഞുകൊണ്ട് അവർ പരസ്പരം ആക്രമണങ്ങളും ഏറ്റുമുട്ടലുകളും നടത്തുന്നുണ്ട്. ക്യാമ്പുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ക്യാമ്പുകളിൽ നിന്നൊക്കെ കാണാൻ കഴിയുന്നത്. സ്ത്രീകൾക്ക് മാത്രമായി ഒരു ക്യാമ്പ്, ഒപ്പം തന്നെ ഈ ഫാമിലിയായി കുഞ്ഞുങ്ങൾക്കൊക്കെയായി അങ്ങനെ പ്രത്യേകം ആളുകൾ അവർ ഏറ്റവും വേദനിക്കുന്ന സന്ദർഭങ്ങളിലൂടെയാണ് ഓരോ നിമിഷവും മണിപ്പൂരിലെ ജനത ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നത്. ഒപ്പം തന്നെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം അതിങ്ങനെ കൂടുതൽ ശക്തമാവുകയാണ്. ഇന്നലെയൊക്കെ തന്നെ പല മേഖലകളിലും സുരക്ഷാ ഉപദേഷ്ടാവിന്റെ നേതൃത്വത്തിലൊക്കെ തന്നെ കുൽദീപ് സിംഗ് അദ്ദേഹം നേരിട്ടിറങ്ങി പല മേഖലകളിലും സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. കൂടുതൽ കേന്ദ്രസേന അടക്കം മണിപ്പൂരിലേക്ക് എത്തുകയാണ്. ക്രിസ്റ്റീന ഹാഷ്മി. നമ്മൾ ഭക്തിസാന്ദ്രമായ ആലുവ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ പരിസരത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ടത് ശബരിമലയിലേക്കാണ്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. അപ്പോൾ ശബരിമലയിൽ നല്ല ഭക്തജനത്തിരക്കാണ്. അവധി ദിവസമായി ഇന്നലെ 72,000 തീർത്ഥാടകർ ദർശനം നടത്തി. തുടർച്ചയായ 2ാം ദിവസവും സ്പോട്ട് ബുക്കിംഗ് 10,000 കടന്നു. ബുക്ക് ചെയ്ത ദിവസം എത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് റദ്ദാക്കണം എന്നാണ് പോലീസിന്റെ നിർദ്ദേശം. ഒപ്പം തന്നെ ഈ IPL-ന്റെ 18ാം സീസണിന് മുന്നോടിയായിട്ടുള്ള മെഗാ താരലേലം ഇന്ന് നടക്കും. സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് ലേലം. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 ലേല നടപടികൾ തുടങ്ങും. അപ്പോൾ ഇതിന്റെയൊക്കെ വിശദാംശങ്ങളുമായിട്ട് അനിൽ വാസുദേവ് കുറച്ച് കഴിഞ്ഞ് എത്തുമ്പോൾ നമുക്ക് അപ്പോൾ പത്രം നോക്കാം അല്ലേ? പത്രം നോക്കി കഴിഞ്ഞാൽ പത്രത്തില് മനോരമയിൽ ഹാപ്പി അല്ലേ എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ട്. മഹാരാഷ്ട്രയിൽ BJPക്ക്, ജാർഖണ്ഡിൽ കോൺഗ്രസിന്, വയനാടും പാലക്കാട്ടും കോൺഗ്രസിന്, അതേസമയം ചേർക്കര LDF-ന്. ഈ സാധാരണ ബജറ്റ് ദിവസമൊക്കെ നമുക്ക് എന്തൊക്കെ കിട്ടി എന്നൊക്കെ പറയുന്ന ഒരു ഫോർമാറ്റിലാണ്. കൊള്ളാം, രസമുണ്ട്. മാതൃഭൂമിയിലും അതേപോലെ ഒരു രസമുള്ള ഫോർമാറ്റാണ്. തകർപ്പൻ തുടർച്ച എന്നാണ് മെയിൻ ഹെഡിങ്. അതുപോലെ തന്നെ നമ്മൾ പെട്ടി ബാലറ്റ് പെട്ടി പൊട്ടിക്കുമ്പോൾ ആര് അവിടെ പെട്ട് തുറന്നപ്പോൾ രാഹുൽ എന്ന് പറഞ്ഞിട്ട് നീല ട്രോളി ബാഗിൽ നിന്ന് രാഹുൽ ഇറങ്ങി വരുന്ന ഒരല്പം ട്രോൾ കലർന്ന നർമ്മം കലർന്ന ഒരു ചിത്രവും നമുക്ക് കാണാം. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി ഇതുപോലെ തന്നെ ആകാശത്ത് നിന്ന് ഭൂരിപക്ഷം 4,10,931 എന്ന ഭൂരിപക്ഷത്തിൽ ഇറങ്ങുന്ന ലാൻഡ് ചെയ്യുന്ന ഒരു ഫോട്ടോയും ഉണ്ട്. അപ്പൊ അങ്ങനെ രമേശ് എഴുത്തച്ഛന്റെ ബൈലൈനിൽ സെൽഫ് ഗോളുകളായി CPM-ന്റെ കളി. നീലപ്പെട്ടി മുതൽ പത്രപരസ്യം വരെ തിരിച്ചടിച്ചു. ഓരോന്ന് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഓരോന്നായി വന്ന വിവാദങ്ങളെ പറ്റി, ആ വിവാദങ്ങൾ എന്തുകൊണ്ട് വോട്ടായില്ലെന്ന് മാത്രമല്ല എന്തുകൊണ്ട് വോട്ടാവാതെ പോയി എന്നുകൂടി വിലയിരുത്തുന്ന ഒരു അനലിറ്റിക്കൽ ലേഖനം. മാതൃഭൂമിയുടെ കാകദൃഷ്ടിയിൽ EP-ക്ക് ഒരു ട്രോളുണ്ട്. മഹാരാഷ്ട്രയിലെ ദഹാനുവിൽ 10ാമതും ചെങ്കൊടി പാറിച്ച് CPIM. ദരിദ്രനായ വടാപ്പാവ് കച്ചവടക്കാരൻ വീണ്ടും സഭയിലേക്ക്. അപ്പൊ അതിന് താഴെ കൊടുത്തിരിക്കുന്നത് വടാപ്പാവും കട്ടൻ ചായയും എന്നിട്ടാലോ പേര് എന്ന് EP ചോദിച്ചു. അല്ല, പക്ഷേ അവിടുത്തെ ദഹാനു സീറ്റ് നിലനിർത്തിയ സംഭവമാണ്. അവിടെ കനൽത്തിരി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവിടെ മനോരമയുടെ അകത്തെ പേജിൽ കോൺഗ്രസ് വിജയം തിളങ്ങി യുവനിര യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലും സരനും ഷെയ്ഖാനും നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലും സരനും ഷെയ്ഖാനും കൊടുക്കുന്ന ഒരു ചിത്രമൊക്കെ ഉണ്ട്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ സരന് ആ പരിപാടിയിൽ വെച്ച് ഷെയ്ഖാൻ കൊടുക്കാൻ വിസമ്മതിച്ചതൊക്കെ വലിയ രാഷ്ട്രീയ ചർച്ചയായിരുന്നു. മാത്രമല്ല സരിൻ ഷെയ്ഖാന്റെ യോജന അങ്ങനെ എന്തെന്ത് പേര് ഷെയ്ഖാന്റെ ക്യാമ്പയിൻ എന്നുകൊണ്ട് എല്ലാവർക്കും കൈകൊടുക്കുന്ന ക്യാമ്പയിനൊക്കെ നടത്തി അതിനൊരു പൊളിറ്റിക്കൽ ചർച്ചയാക്കി. എന്നാൽ വിജയിച്ചു കഴിഞ്ഞപ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നമ്മുടെ സർക്കാർ ജീവനക്കാർക്ക് ഒരു അറിയിപ്പുണ്ട്. അതായത് ഇവരുടെ ചികിത്സ ഈ മെഡിസെപ്പ് വന്നപ്പോൾ പഴയ റീഇംബേഴ്സ്മെന്റ് അങ്ങ് നിന്നിരുന്നു. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ സർക്കാർ ജീവനക്കാരുണ്ട്. അപ്പോൾ ആ ചികിത്സാ ആനുകൂല്യം റീഇംബേഴ്സ്മെന്റ് വീണ്ടും വരുമെന്നാണ്. അപ്പോൾ നമുക്ക് ഫ്ലോറിൽ നമ്മുടെ SKN എത്തിക്കഴിഞ്ഞു. ഗുഡ് മോർണിംഗ് ഹാഷ്മി താജ് ഇബ്രാഹിം. ആലുവ മണപ്പുറത്തായിരുന്നോ അതോ ആലുവയെ ചുറ്റിയടിച്ചോ? എന്തായാലും നന്നായി. ആലുവ എന്നുള്ള പ്രകടനമൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ആലുവ ബസ് സ്റ്റേഷനിൽ അവിടെ ഒരു വെയിറ്റേറിയൻ കടയുണ്ട്. അവിടെ കയറിയിട്ട് 2 ഇഡ്ഡലി ഒരു ചായയും കഴിച്ച് പോരുക. എൻ്റെ പറ്റിൽ എഴുതിക്കോട്ടെ. ഓക്കെ, താങ്ക് യു ഹാഷ്മി താജ് ഇബ്രാഹിം, കൃഷ്ണ ചെറിയാൻ.